ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു എക്സ്പെരിമെന്റ് നടത്താനായിട്ട് കൊണ്ടുപോകുമ്പോൾ അവർ ലീഷിൽ വലിക്കുന്നു, ഇവർക്ക് ശ്വാസം പൊട്ടുന്നു എന്നൊക്കെ പറയത്തില്ലേ. ആദ്യമേ നിങ്ങളുടെ കഴുത്തിൽ ദാണ്ട ഈ ഭാഗത്തൊന്ന് കൈ വെച്ച് നോക്കുക, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തേ. ഒരു ചുമ വന്നല്ലോ. ഈ ഒരു ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുക, ചുമയുണ്ടോ? ഇല്ല. പക്ഷെ ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് നോക്ക്, ഒരു പിടുത്തം, അതായത് ഒരു ഷേക്ക് വന്നോ? ഓക്കെ. ഇനി മൂന്നാമതൊരു പോയിന്റ്, ഇച്ചിരി താഴോട്ടിറക്കി വെക്കുക. ഇവിടെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഫീൽ ഉണ്ടോ? പ്രത്യേകിച്ചൊന്നും ഇല്ല. നല്ലോണം കുത്തിയാൽ ചിലപ്പോൾ വേദനിക്കും, അത്രേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഡോഗിന് ലീഷ് ഇട്ട് കൊടുക്കുമ്പോഴും ഇങ്ങനെ 3 പോയിന്റ്സ് നമ്മളൊന്ന് മനസ്സിലാക്കിയേക്കണം. എല്ലാവരും ഒക്കെ ലീഷ് ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ കഴുത്തിൽ ഇപ്പൊ കോളർ ടൈറ്റ് ആവുന്നതെന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ആദ്യം ആ കൊടുത്ത സെന്റർ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ശ്വാസം മുട്ടും. അതായത് നടുഭാഗത്ത് വേണ്ടതാ ഈ ഒരു ഭാഗത്ത് ആണ് ഇത് വലിയുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടെ മുറുകുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശ്വാസം മുട്ടും. മനസ്സിലായല്ലേ? അപ്പൊ ഇവിടെ നമ്മള് ജസ്റ്റ് പ്രഷർ കൊടുത്താലും പുള്ള് കൊടുത്താലും എന്താണെന്നുണ്ടെങ്കിലും അവർക്കൊരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും, ശ്വാസം മുട്ടലായിരിക്കും. ആ ഡോഗിന് പ്രശ്നം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഒരിക്കലും അത് വെച്ചിട്ട് അവരെ കൺട്രോൾ ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. ശ്വാസം മുട്ടിച്ചോണ്ട് ഒരാളെ നമുക്ക് നമ്മുടെ വഴിയാക്കാൻ പറ്റുമോ? ഇല്ല. അവരെ ജസ്റ്റ് ഒന്ന് ഇതാക്കുക, അത്രേ ഉള്ളൂ. അവരതിനകത്ത് എസ്കേപ്പ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കും. രണ്ടാമത് ചെല്ലി ഇട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇനി, അതായത് നടക്കാൻ ഇനി ബാക്കിലോട്ട് ഇട്ട് കൊടുക്കും. ഇത് കണ്ടോ ഈ പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് മാറി താഴോട്ടായി, ഇത് ഏകദേശം ഷോൾഡറിനോട് ചേർന്നാണ്. ഈ ഭാഗത്തിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാലും അവർക്ക് വലിയ വിഷയമൊന്നുമില്ല. ചിലരൊക്കെ എന്താണ് തോളത്ത് കയറ് കെട്ടി ബസ്സൊക്കെ വലിച്ചോണ്ട് പോകുന്നതൊക്കെ കണ്ടിട്ടില്ലയോ? അപ്പൊ ഷോൾഡർ പുൾ എന്ന് പറയുന്നത് ഡോഗിന് നമ്മളെ വലിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചാൻസ് കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. സാധാ കോളർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതായത് ചെസ്റ്റിനും നെക്കിനും ഇടയ്ക്കുള്ള ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ. ഇനി കറക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെവിയോട് ചേർത്ത് ദാണ്ട് ഇവിടെ വന്നിട്ട് ദാണ്ട് ഈ താടി ഭാഗം ഇല്ലേ, ഇതിന്റെ താഴെയായിട്ട് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനാണ്. ഡോഗിന് ശ്വാസം മുട്ടത്തില്ല. നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇനി ഞാൻ ഇതിനകത്ത് ലീഷ് പുൾ എന്താണെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അവിടെ അടങ്ങിയിരി. ഇല്ല, നിന്നെ വെച്ചിട്ട് ചെയ്യുന്നില്ല ഞാൻ, അവളെ വെച്ചിട്ട് ലീഷ് പുൾ ചെയ്യുന്നില്ല. അതായത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇടുക കേട്ടോ. അതായത് എൻ്റെ കയ്യിൽ ലീഷ് ഇടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മാധുവിനെ വെച്ച് ചെയ്താലോ? മാധു ഇങ്ങ് വാ, മാധു ആയിക്കോട്ടെ. നോക്കട്ടെ, ഇയാളെ കാണാമല്ലോ. ഇയാളുടെ കയ്യിലോട്ട് വന്നിട്ടേ, ഇയാൾ അങ്ങോട്ട് വലി, ഞാൻ ഇങ്ങോട്ട് വലിച്ചോ, മാക്സിമം വലിച്ചോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഇങ്ങോട്ട് അടുത്ത് പോവാ. ഇനി അങ്ങോട്ടൊന്ന് വലിച്ചേ, മനസ്സിലായോ? ഇയാൾ അങ്ങോട്ട് വലിക്കുന്നതിനായിട്ട് മുമ്പേ ഞാൻ ഇങ്ങോട്ടൊരു പുള്ളു കൊടുത്തതാണ്. ഞാൻ ജസ്റ്റ് ഇയാളൊന്ന് പിടിച്ചേ, മൊബൈലൊന്ന് പിടിച്ചേ. ഇത് ഡോഗിന്റെ കഴുത്തിൽ കിടക്കാന്ന് വിചാരിക്കുക. നമ്മള് ഡോഗ് അങ്ങോട്ട് വലിച്ചോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നതല്ല ലീഷ് പുള്ള്. ഇതെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രഷർ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ലീഷ് പുള്ള് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിരിക്കണം, ഒരു പൾസ് പോലെ വന്നു പോകുന്ന ഒരു സംഭവമായിരിക്കണം. അതായത് ഒരു ചെറിയൊരു 1/2 സെക്കൻഡിൽ വന്നു പോകണം, അല്ലാതെ കണ്ടിന്യൂസ് നിൽക്കുകയല്ല വേണ്ടത്. ഇപ്പൊ ഡോഗ് അങ്ങോട്ട് വലിക്കാൻ പോകുന്നു, നമ്മൾ ജസ്റ്റ് ഡോഗിന്റെ മൂവ്മെന്റ് തന്നെ നോക്കി നിൽക്കുക. അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു പിടി, ഒരു 1/2 സെക്കൻഡിൽ ഇത് കഴിഞ്ഞു. അതാണ് ലീഷ് പുൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്ന് ലൂസ് ചെയ്യുക, ഇങ്ങനെ ഒന്ന് പിടിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ സ്പീഡിൽ കാണിക്കുന്നില്ല കേട്ടോ, കാരണം അവർക്ക് നമുക്ക് ലീഷ് പുൾ ഇപ്പൊ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു മൈൽഡ് പണിഷ്മെന്റ് ആണ്, അത് ആവശ്യമില്ലാതെ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ മാധവന്റെ കൈ വീണ്ടും ഒന്ന് എക്സ്പെരിമെന്റിന് വേണ്ടി എടുത്തേക്കുവാണ്. ടെസ ഞാൻ മാറ്റി, കാരണം അവള് ലീഷ് പുള്ളി ചെയ്യേണ്ട ആയിട്ടുള്ള സാഹചര്യം ഇടുന്നില്ലല്ലോ. ഡോഗിന്റെ കഴുത്തിൽ ഇതിങ്ങനെ കിടക്കുവാണ്. ഓക്കെ, ഡോഗ് നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന പെട്ടെന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യത്തിന് വേണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തോ തന്നെ അറ്റാക്ക് ചെയ്യാനോ ഒക്കെ പോകുന്നു. അപ്പൊ പോകാനായിട്ട് പോകുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു മൂവ്മെന്റ് ഇടുന്നു. ഇതാണ് ലീഷ് പുൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു മൂവ്മെന്റ് ശ്രദ്ധിച്ചോണം, നമ്മൾ ഇങ്ങനെ വലിക്കുന്നു, അതേപോലെ തന്നെ ലൂസും ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഇങ്ങനെ വലിച്ച് പിടിക്കുന്നതല്ല ഇത്. ഈ ഒരു കഥ ഈ ലൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ലൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡോഗ് വീണ്ടും അതേ കാര്യത്തിന് പോകും. അപ്പൊ നമ്മൾ വീണ്ടും കൊടുത്തു. മനസ്സിലായല്ലേ? ഇവിടെ ഒരു ഷേക്കാണ് വരേണ്ടത്, ഒരു ചെറിയ ഒരു പൾസ് വരുന്നത് പോലെ വന്നു പോകണം. ഈ ഒരു ഷേക്കിനകത്ത് ഡോഗ് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇപ്പൊ നമ്മുടെ ദേഹത്തോട്ട് ചാടി കയറാനായിട്ട് ഡോഗ് പോകാന്ന് വിചാരിക്കാം. ദേഹത്ത് ചാടി കയറുന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചത് കൊണ്ടിട്ട് അത് ലീഷ് പുൾ ആവത്തില്ല, അത് പണിഷ്മെന്റും ആവത്തില്ല. അത് ഡോഗ് അതിനെ അഗൈൻസ്റ്റ് ചെയ്യാനായിട്ട് നോക്കത്തതേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ സ്ട്രേഞ്ചർ വരുന്നു, അവർക്കത് ഇഷ്ടമല്ല, അവരുടെ ദേഹത്തോട്ട് ചാടി കയറാനായിട്ട് പോകുമ്പോൾ താഴേന്ന് കാല് പൊക്കുകയും ചെയ്തു, എന്നാൽ അവരുടെ ദേഹത്ത് ലാൻഡ് ചെയ്തതേ ഇല്ല. അങ്ങനെ ഇടയ്ക്കൊരു സ്ഥലം ഉണ്ടല്ലോ, അപ്പൊ ആ ഇടയ്ക്കൊരു സ്ഥലം വരുമ്പോഴത്തേനും നമ്മൾ ഒരു പുള്ളു കൊടുത്തു, ഡോഗ് വീണ്ടും പോകും, നമ്മൾ വീണ്ടും കൊടുത്തു. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കമാൻഡും കൂടെ പറയുക, അതായത് ബാക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നോ, അല്ലെന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ്. ഈ ഒരു കമാൻഡ് ഏതായാലും എല്ലാ കമാൻഡും കൂടെ ചെറുപറ പറയരുത്. നിങ്ങൾക്ക് ഏത് കമാൻഡാണോ നിങ്ങൾ കംഫർട്ടബിൾ, ആ കമാൻഡും കൂടെ പറയാം. അപ്പോൾ ഒരു 3rd ടൈം ഒക്കെ ആകുമ്പോഴത്തേന്
ഈ ഡോഗ് ഇത് ചെയ്യുന്നതിന്, അതായത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലീഷ് പുൾ ആണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പതുക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുക. ആ ഒതുങ്ങി നിൽക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ ഗുഡ് പറയുകയും ഡോഗിന് ട്രീറ്റ് കൊടുക്കുകയും ചെയ്യും. അതായത് ഇത് ജമ്പ് ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. അറ്റംപ്റ്റ് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഗുഡ് പറയുന്നു, ട്രീറ്റ് കൊടുക്കുന്നു. നമ്മുടെ അടുത്തോട്ട് ഇരിക്കുമ്പോഴെല്ലാം 0 പ്രഷറിൽ ലീഷ് നമ്മൾ വെച്ചേക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ലീഷ് പുള്ള് കൊടുക്കുന്നുള്ളൂ. വേദനിച്ചില്ലല്ലോ, എടുത്തതേ ഉള്ളൂ. ടെസ്സെ നോവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാളെ സെലക്ട് ചെയ്തതാണ്. നമുക്ക് അങ്ങനെ ലീഷ് പുള്ള് കൊടുക്കേണ്ടതായിട്ട് വലിയ വലിയ ആവശ്യങ്ങളൊന്നും വരത്തില്ല. നമ്മളെ കുഞ്ഞിലെ കറക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ട് പോകാന്നുണ്ട്. പക്ഷെ ഇപ്പൊ ചിലർ പറയത്തില്ലേ, അതായത് 2-3 വയസ്സായ ഡോഗാണ്, എന്നെ നടക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേനും ഒരു കൺട്രോളും ഇല്ല, ആൾക്കാരുടെ ദേഹത്ത് ചാടിക്കയറാൻ പോകുന്നു, വേറെ ഡോഗ്സിനെ കാണുമ്പോൾ അവരെ കടിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ നമുക്ക് എന്തുവാണേലും സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പണിഷ്മെന്റ് ഇട്ടുകൊണ്ട് മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പോസിറ്റീവായിട്ട് ബിസ്ക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ വർക്ക് ആകത്തില്ല. കാരണം എന്ന് പറയുന്നത് എതിരെ ഒരു ഡോഗ് വരുന്നു, അവിടെ ഒരു യുദ്ധഭൂമിയാണ്. അപ്പൊ യുദ്ധഭൂമിയിൽ ഇന്നാ മുട്ടായി ഇന്നാ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ നമ്മൾ എന്താണ്, ഒരു കമാൻഡറിന്റെ പൊസിഷനിലോട്ട് പെട്ടെന്ന് മാറുകയും അവരെക്കാട്ടിൽ ഷാർപ്പായിട്ട്, അവരെക്കാട്ടിൽ കോൺഫിഡന്റ് ആയിട്ട്, ഈസി ആയിട്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഡോഗ് ലീഡർഷിപ്പ് നമുക്ക് വിട്ടുതരും. അതായത് നമ്മളുടെ കമാൻഡിന്റെ പുറത്ത് മാത്രമേ അവർ പിന്നെ റിയാക്ട് ചെയ്യത്തുള്ളൂ. കാമായിട്ട് നമ്മുടെ അടുത്തോട്ട് വരും. ഏത് മൊമെന്റിലാണോ കാമായിട്ട് അടുത്തോട്ട് വരുന്നത് ആ മൊമെന്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ട്രെയിനിങ് നടക്കുന്നത് അവിടെയാണ്. അല്ലാതെ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെടിനിർത്തലാണ്. എന്തെങ്കിലും ഒരുപാട് പേര് ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഒത്തുകൂടുന്നു, ആ സമയത്ത് നമ്മൾ ആകാശത്തോട്ട് പോലീസ് ഒരു വെടിവെക്കുന്നു, ആൾക്കാരൊന്ന് ഞെട്ടുന്നു, നിൽക്കുന്നു, ഇത്രയല്ലേ. ഇത്രയും കാര്യം മാത്രമേ യഥാർത്ഥത്തിൽ ഈ ലീഷ് പുള്ളിൽ നടക്കുന്നുള്ളൂ. ട്രെയിനിങ് നടക്കുന്നത്, ഡോഗ് നമ്മുടെ കൂടെ നടക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നണമെന്നുണ്ടെങ്കിലും അതൊരു ഹാബിറ്റായിട്ട് മാറി വരണമെന്നുണ്ടെങ്കിലും നമ്മൾ അടുത്തോട്ട് വരുമ്പോഴും നമ്മളെ നോക്കുമ്പോഴും ഐ കോൺടാക്ട് തരുമ്പോഴൊക്കെ ഗുഡ് പറഞ്ഞിട്ട് നമ്മൾ തടവി കൊടുക്കുന്നു, ട്രീറ്റ് കൊടുക്കുന്നു, പോസിറ്റീവായിട്ട് ഇടപെടുന്നു. ആ ഒരു കാര്യത്തിലാണ്. അപ്പോൾ ഓരോരോ ദിവസവും നടക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ ഡോഗിന്റെ ചാട്ടം കുറഞ്ഞു വരികയും നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് കൂടി വരികയും ചെയ്യും. അങ്ങനെ കൂടി വന്ന് ഒരു 2-3 ആഴ്ചയൊക്കെ കൊണ്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാറും. കണ്ടിന്യൂസ് ആയിട്ട് അത്രയും നടത്താൻ കിട്ടിയാൽ. അല്ലാതെ ഒരു 2 വയസ്സായ ഡോഗിനെ 3 വയസ്സായ ഡോഗിനെ പെട്ടെന്ന് നമ്മൾ സ്ട്രീറ്റിലോട്ട് നടത്താനെത്തി ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, ഒരുപാട് ചലഞ്ചുകളുണ്ട്. ഇതിനകത്തോട്ട് ഇറക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് റെഡി ആയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.